വിനീഷ് ആദ്യമായി ചെയ്യുന്നതല്ല എന്ന് നാട്ടുകാർ നമുക്ക് തന്നെ ബൈറ്റ് നൽകിയിട്ടുണ്ട്. ഇത് വിനീഷിനെ പോലെയുള്ള കുഞ്ഞു മുഹമ്മദിനെ പോലെയുള്ളവർ വഴിക്കടവിലെ ചില മനുഷ്യർ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. രണ്ട് രീതി. പക്ഷേ കേസുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് ചോദിച്ചപ്പോൾ പോലീസിന് അങ്ങനെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണവും വന്നിട്ടില്ല. ഇനി അറിയേണ്ടത് ഇതെങ്ങനെയാണ് ഈ കെണി വയ്ക്കുന്നത്? ഈ കെണി വയ്ക്കുന്നത് ഏതെങ്കിലും സർക്കാരിന്റെ സ്പോൺസേഡ് ആയ ഒരു പ്രോജക്റ്റ് ആണോ? ഞാൻ ഇന്നലെ വൈകുന്നേരം നടത്തിയ പ്രതിഷേധത്തെ ഒരു രാഷ്ട്രീയമായ നാടകമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇതെന്താണ് സംഭവിച്ചത് എന്നത് അറിയുന്നതിന് മുൻപ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇന്നലെ നിലമ്പൂർ നഗരത്തിലെത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആരോടാണ് പ്രതിഷേധിച്ചത്? എന്തിനാണ് പ്രതിഷേധിച്ചത്? എന്നിട്ട് ആദ്യത്തെ വാചകം, ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് ആദ്യത്തെ വാചകം പറയുന്നത്, ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്നാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വന്യജീവി സംഘർഷത്തെയും അതിനെ തുടർന്നുണ്ടാവുന്ന കൊലപാതകത്തെയും ഒന്നായിട്ടും മറ്റൊന്നായിട്ടും തന്നെ കാണണം. ഈ വിഷയത്തെ വ്യത്യസ്തമായി തന്നെ കാണണം എന്നാണ് എൻ്റെ നിലപാട്. കാരണം ഈ വിഷയത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അവിടെയുള്ള ഇങ്ങനെയുള്ള ചില മനുഷ്യർ. ഇവർ കർഷകരല്ല, ഇവരവിടെയുള്ളൊരു മാഫിയ സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഇതേപോലെ കാട്ടുമൃഗങ്ങൾ, ഇവർ ഏതെങ്കിലും തരത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുമല്ല കേട്ടോ. ഇവർ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇതേപോലെ കാട്ടുപന്നിയെ ഷോക്കേൽപ്പിച്ച് കെണിയിൽപ്പെടുത്തി കൊലപ്പെടുത്തുന്നതാണ് ഒരു രീതി. രണ്ട് രീതിയിലാണ് ഇങ്ങനെ ഈ പ്രദേശങ്ങളിൽ പന്നിക്കൂട് വയ്ക്കുക എന്നാണ് അത്രേ ഇവരുടെ നാട്ടിൻ പ്രദേശത്തിൽ പറയാറുള്ളത്. അല്ലെങ്കിൽ പന്നിക്കെണി വയ്ക്കുക. രണ്ട് രീതിയിലാണ് അത് ചെയ്യുന്നത്.